ടങ്. നാവിനെക്കുറിച്ച് പല പ്രാവശ്യം കേൾക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. എത്ര ഉന്നത പദവിയിലിരിക്കുന്നവരും താഴ്മയുള്ളവർക്കും ഈ നാവിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ എന്നും വരുന്ന പല ആപത്തിൻ്റെയും കാരണം നമ്മുടെ നാവാണ്. നാവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എങ്ങനെയാണ് പറയുന്നത്? പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ ഇച്ചിരും കൂടെ വേറൊരു ഏരിയയിൽ കൂടിയാണ് ഇത് കടന്നു വരുന്നത്. പ്രയോജനമുള്ളതാണ്. സദൃശ്യവാക്യം 15:1 മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന നാവോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. എങ്ങനെയാണ്? ഒരു മൃദുവായ ഉത്തരം പറയാൻ നമുക്ക് കഴിവ് വരണം. മൃദുവായ ഉത്തരം എന്ന് പറയുമ്പം ഒരു ചോദ്യം ചോദിച്ചു അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പം നമ്മൾ ഒരാൾ പറയുമ്പോൾ അവർക്ക് എന്ത് ഉത്തരം കൊടുക്കണം നമ്മൾ ചിന്തിക്കുന്നത്, അല്ലാതെ അവർ പറയുന്നത് എന്ത് വിഷയമാണ്, അവർക്ക് എന്ത് വേദനയാണ്, അല്ലെ അവരുടെ ആവശ്യം എന്താണെന്നൊന്നും അല്ല നമ്മൾ കേൾക്കുന്നവർ ചിന്തിക്കുന്നത്. ഇവർ ഈ പറയുന്നതിന് എന്ത് ഉത്തരം തിരിച്ചു കൊടുക്കേണ്ടത്, ഇതാണ് നമ്മുടെ ചിന്ത. സോ വി നെവർ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോണ്ട് കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് ദി അതർ പീപ്പിൾ ഈസ് സേയിങ്. നമ്മളെന്താണ് തിരിച്ചു കൊടുക്കേണ്ടതെന്നുള്ള ചിന്ത വരുന്നതുകൊണ്ട് പലപ്പോഴും അവരുടെ പറയുന്നതിൻ്റെ പുറകിലത്തെ ആ വികാരങ്ങൾ നമ്മൾ മനസ്സിലാകുന്നില്ല. ചിലർ ഉറക്കെ ദേഷ്യപ്പെട്ട് പറയും, പക്ഷെ അവരുടെ ഭയം കൊണ്ടാണ് സത്യത്തെ അവർ ദേഷ്യപ്പെട്ട് പറയുന്നത്. ആ ദേഷ്യം അത് അവരുടെ ഭയം കൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയില്ല, നമ്മളത് വഴക്കായി മാറും. അപ്പം മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. എങ്ങനെയാണ് മൃദുവായ ഉത്തരം വരുന്നത്? നമുക്ക് ദൈവത്തിൻ്റെ നാവില്ലെങ്കിൽ എങ്ങനെ മൃദുവായിട്ട് സംസാരിക്കാൻ വെക്കും? അതുപോലെ കഠിന നാവോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. അത് തീ കത്തിക്കുകയാണ്. ഒരല്പം തീ ഇങ്ങനെ കെടാൻ നേരം നമ്മൾ കുറച്ച് മണ്ണെണ്ണ കൊണ്ടൊഴിക്കുന്നുണ്ട്, അത് വീണ്ടും കത്തും, ആളിക്കത്തും. പിന്നെ എന്നാ കാണിക്കുന്ന ദേശമെല്ലാം അത് കത്തിച്ച് കളയും എന്ന് പറഞ്ഞതുപോലെയാണ് നാവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന യാക്കോബിൻ്റെ 3-ാം അധ്യായത്തിലാണ്. പക്ഷേ സദൃശ്യവാക്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ നാവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതുണ്ട്. അത് തന്നെയാണ് ഇന്ന് ആദ്യം എടുക്കുന്നത്. നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവ്യസനം. നാവിൻ്റെ ശാന്തതയാണ് ജീവവൃക്ഷമായി മാറുന്നത്. അപ്പോൾ ഈ നാവ് ഇത്ര ചെറിയൊരു അവയവമാണ്, പക്ഷെ അത് ശരിയായിട്ട് ഉപയോഗിക്കാമെങ്കിൽ ജീവവൃക്ഷങ്ങളുണ്ടാക്കാൻ ഈ നാവിന് സാധിക്കും. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കും, കുറേ പണം ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ച് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കുറച്ച് കഴിവുണ്ടായിരുന്നെങ്കിൽ. എന്നല്ല വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവ്യസനം. നാവ് ശരിയല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കും. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കും അത് വേദനയായി മാറില്ലേ. നമ്മൾ നന്മ ചെയ്തപ്പോൾ നന്മ ഒരു കാര്യത്തിലും ജീവിതത്തിൽ നന്മ തനിയെ ഉണ്ടാകുന്നില്ല. അതിന് എക്സാമ്പിള് നമുക്കൊരു സ്ഥലം, കണ്ടമാട്ടെ അല്ലെങ്കിൽ ഒരു ഗാർഡനാട്ടെ, 1 മാസം നോക്കാതിരുന്ന ഉള്ള കീടങ്ങളെല്ലാം, ഉള്ള പാഴ്ചെടികളെല്ലാം കിളുത്ത് വന്നിട്ട് അത് നല്ല ചെടിയെ കാണിക്കത്തില്ല. ഞങ്ങൾ കൊട്ടാരക്കരയ്ക്ക് വെച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, പൈനാപ്പിൾ കുറേ കൃഷി ചെയ്തു. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നതിന് കുറച്ച് പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന പൈനാപ്പിൾ നല്ല വെറൈറ്റി വാങ്ങിച്ച് ഏകദേശം ഇത്ര വലിയ പൈനാപ്പിളാണ് അന്നേരം അവിടെ നട്ടുവെച്ചത് അത്രയും. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ചുറ്റുപാടും ജോലിക്കാർ ചൊവ്വേ നോക്കാതായിട്ട് നമ്മളവിടെ ഇല്ലായിരുന്നു. അപ്പം ഇതിൻ്റെ ഈ പൈനാപ്പിളിൻ്റെ മുകൾ വരെ ഈ പാഴ്ചെടികൾ വളർന്നിട്ട് പിന്നെ പൈനാപ്പിളിനെ കാണാനില്ല, അവിടെ എങ്ങും പൈനാപ്പിൾ കാണാനില്ല. അതുപോലെ പാഴ്ചെടികൾ വന്നു. അതിൻ്റെ ഇടയിൽ പൈനാപ്പിളുണ്ട്, ഇത്ര വലിയ പൈനാപ്പിൾ നമ്മൾ പറിച്ചെടുത്തു, പക്ഷേ ഒരു രുചിയില്ലായിരുന്നു. പിന്നെ അത് നമ്മൾ കൃഷി ചെയ്തിട്ടുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നന്മ വരുമ്പോഴും അത് നാവ് കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷെ നാവ് കൊണ്ട് തന്നെ നമ്മളത് നശിപ്പിക്കും. അതുകൊണ്ട് നാവിൻ്റെ ശാന്തത ജീവവൃക്ഷമാണ്, അതിൻ്റെ വക്രതയോ മനോവ്യസനമാണ്. ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു. ജ്ഞാനികളുടെ അധരങ്ങൾ, ജ്ഞാനമുള്ളവൻ അവൻ്റെ അധരങ്ങൾ കൊണ്ട് പരിജ്ഞാനം വിതറുന്നു. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു. എപ്പോഴാണ് സന്തോഷമുള്ള ഹൃദയം ഉണ്ടാകുന്നത്? ഒരാൾ ഒത്തിരി വേദനിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ എന്ത് പറ്റി, നമ്മളവരോട് ചോദിക്കും എന്ത് പറ്റി. അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ പ്രയാസം പറയും, ചിലപ്പോൾ ഒന്നുമില്ലെന്ന്. പക്ഷെ നമ്മൾ പിന്നെയും പ്രോബ് ചെയ്യും, എന്താണ് പ്രശ്നം, എന്താണ്. 2 പ്രാവശ്യം വരുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ പ്രശ്നം പറയും. അതിന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ, നമുക്ക് ദൈവത്തോട് പറയാമല്ലോ. കേൾക്കുന്ന ഒരു ദൈവമില്ലേ? ഏതായാലും എനിക്ക് പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്കും ഒക്കത്തില്ല, നമുക്ക് ദൈവത്തോട് പറയാം, തീർന്നു. അത്രയും മതി പ്രശ്നം പരിഹരിക്കാൻ. പല സൂയിസൈഡ് ചെയ്യുന്നവരും ആ ലാസ്റ്റ് മിനിറ്റിലും ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെട്ടു പോയേനെ. ആരും ചെയ്യുന്നില്ല.
തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വ്യക്തികൾ ആരാന്നിപ്പോൾ അറിയുന്നില്ല. അങ്ങനത്തെ കാലം. ഒന്ന് പോട്ടെ, അറിയത്തില്ല, അടുത്തുള്ള ദൂരെയുള്ള കൂട്ടുകാരെങ്കിലും വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞങ്ങൾ സൗദിയിലായിരുന്നപ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, വി വെയർ സ്റ്റേയിങ് ഇൻസൈഡ് അരാംകോ. നമുക്കൊരു നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം അവർ കോബാറിലാണ് താമസിച്ചത്, പുറത്ത്. അപ്പോൾ അവർ ഈ പുറത്തുള്ളവരെല്ലാവരും കൂട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എന്തും സംഭവിക്കാം, വേറൊരു രാജ്യമല്ലേ, ദേശത്ത് ഇവിടെ കടന്നു എല്ലാം ആപത്ത് വന്നത്, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വി മേക്ക് ഷുവർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കുട്ടി എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു. ഞങ്ങളകത്തായിരുന്നുകൊണ്ട് ദാറ്റ് വാട്ട് ബേസ്ഡ് ഓൺ ഫ്രണ്ട്ഷിപ്പ്. എന്നാലും ആ കൊച്ചു പറയും, എന്തെങ്കിലും ആപത്ത് വന്നാൽ അറിയണമല്ലോ. ദാറ്റ് ഈസ് എ ഗുഡ് തോട്ട്. മറ്റുള്ളവരുടെ ഭാരങ്ങൾ അറിയാനും കരുതാനും അവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ നാവ് ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഈ നാവ് ദൈവം തന്നതെന്ന് ചിന്തിക്കേണ്ടേ. സദൃശ്യവാക്യം 25:11. തക്ക സമയത്ത് പറയുന്ന വാക്ക്, അല്ലെ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ നാരങ്ങ പോലെയാണ്. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ. വെള്ളിത്താലത്തിനകത്തൊരു നല്ല പൊന്നുകൊണ്ടുള്ള നാരങ്ങ ഉണ്ടാക്കി കൊണ്ടുവച്ചാൽ ആരാണേലും നമ്മളെല്ലാം മറന്ന് അതേ നോക്കൂ, ഇല്ലേ? അത് കൊണ്ടുവന്ന സാധനം വെള്ളി, അതിനകത്തിരിക്കുന്നത് പൊന്ന്, അത് നാരങ്ങയുടെ വലുപ്പമുണ്ട്. അപ്പം നമ്മൾ നോക്കാതിരിക്കും, അറിയാതെ നോക്കിപ്പോവും. മനുഷ്യനെല്ലാം നോക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പറയുന്നത് അതുപോലെയാണ് തക്ക സമയത്ത് പറഞ്ഞ വാക്ക്. നമ്മൾ തക്ക സമയത്ത് പറയേണ്ടത് പറയണം. പറയാതിരിക്കുന്നവർ പറയും, അവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഞാൻ പറയുന്നില്ല. അതല്ല, പറയേണ്ടതാണെങ്കിൽ പറയാൻ കൂടെ പഠിക്കും. അതിനൊക്കെ വിസ്ഡം ഒത്തിരി ആവശ്യമാണ്. അതിന് ഈ പരിജ്ഞാനം, ജ്ഞാനം എന്നൊക്കെ പറയുന്നത്. യേശു എല്ലായ്പ്പോഴും ഒന്നും ഉത്തരം പറയുന്നില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പീലാത്തോസ് ചോദിക്കുന്നു, എന്താണ് സത്യം? നീ ദൈവമാണോ? നിങ്ങൾ പറഞ്ഞത് തന്നെ സത്യം, അത് ഞാൻ സത്യം തന്നെയാണ് നിൽക്കുന്നത്. ഒരു വാക്ക്, അല്ലാതെ കൂടുതലില്ല. പല സന്ദർഭങ്ങളിലും യേശുവിനെ അക്യൂസ് ചെയ്യുമ്പോൾ യേശു വായടച്ച് അറക്കാൻ കൊണ്ടുവന്ന് കുഞ്ഞാടിനെ പോലെ നിന്നെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ പറയേണ്ടിയപ്പോഴോ പറയുകയും. എന്നാൽ അത് ക്രൂശിന് മുമ്പുള്ള ഒരു സമയമെന്ന് പറയണം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവനൊരു കുഞ്ഞാടായിട്ട് ഒരു സമയത്ത് വന്നുവെങ്കിലും ഇന്നിനി വരുമ്പോൾ യഹൂദയുടെ സിംഹം, ഗർജിക്കുന്ന സിംഹമായിട്ട് കടന്നു വരും. അത് വിളിച്ചു വരുത്താനുള്ള കൃപ നമ്മൾ ആ സിംഹത്തിനെ വിളിച്ചു വരുത്തണം. നമ്മൾ ചുമ്മാതെ ഒരിടത്തോട്ട് പോകുമ്പോൾ നമ്മൾ തന്നെ പോയിട്ട് എന്നാ കാണിയെടുക്കാൻ? കർത്താവിനെ ഇടതും വലതും ദൈവത്തിൻ്റെ യഹൂദയുടെ സിംഹം നിൽക്കുന്നതായിട്ട് നമ്മൾ കാണണം. അതൊക്കെയുള്ളപ്പോൾ നമ്മുടെ ശബ്ദം മാറും, നമ്മുടെ രീതി മാറും, നമ്മുടെ പോസ്ചർ മാറും, എല്ലാം മാറും. നമ്മളിലൊരു വ്യത്യാസം ദൈവമാണ് ഇടുന്നത്. എന്താണ് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങവൻ. സദൃശ്യവാക്യം 25:12. കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായൊരു ശാസകൻ പൊൻകുടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണമാകുന്നു. കേൾക്കണേ, കേട്ടനുസരിക്കുന്ന കാത്. കാതെന്ന് പറയുന്നത് ചെവിയാണല്ലോ. ഇത് കേട്ടനുസരിക്കുന്നതാണ് എങ്കിൽ അവനൊരു ജ്ഞാനിയായ ശാസകൻ, ജ്ഞാനമുള്ള ഒരു ഉപദേശകൻ, അല്ലെങ്കിൽ അവനെ ശാസിക്കുന്നവനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഒരു പൊൻകുടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണമാണ്. പൊൻകുടുക്കനും തങ്കം കൊണ്ട്, പൊൻകുടുക്കൻ തൂക്കിയിട്ടുണ്ട് നടക്കുകയാണ് നമ്മൾ, തങ്കം കൊണ്ടുള്ള ആഭരണം കഴുത്തേലും. ജ്ഞാനിയായ ഒരു ശാസകൻ, നമുക്കെല്ലാവർക്കും ജ്ഞാനിയായ ഒരു ശാസകൻ ആവശ്യമുണ്ട്. പോകുന്ന വഴി ശരിയല്ല, അവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ നിർത്താനുള്ള ആ കൃപയും ശക്തിയും നമ്മുടെ നാവിന്മേലുണ്ട്. ആ വഴി അടഞ്ഞു പോകട്ടെ, നീ പോകുന്നത് വെറുതെയാന്ന് പറയും ചിലപ്പോൾ. അല്ല, പൊയ്ക്കോ മക്കളെ, ആ വഴിക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഇതൊക്കെ പറയുന്ന ആ നാവിന്മേൽ ദൈവശക്തിയുടെ കൂടെ. അതാണ് ദൈവം പറയാതെ ദൈവത്തിൻ്റെ നാവായിട്ട് നമ്മൾ മാറണം. ഈ യാക്കോബിൻ്റെ 3-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ 3:2. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സദ്ഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. സദ്ഗുണം നിറഞ്ഞ്, നല്ല ഗുണങ്ങൾ നിറഞ്ഞ ഒരു പുരുഷൻ അന്ന് ആരാണെന്നറിയാമോ? നാവ് ശരിയായിട്ട് ഉപയോഗിക്കുന്നവൻ. നാവിനെക്കുറിച്ച് പിന്നെ പറയുന്നത് അത്ര ചെറിയൊരു അവയവമാണ്, പക്ഷേ കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും അതുപോലെ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുക്കുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്തു. അപ്പോൾ തീ പിടിപ്പിക്കുന്ന കുറവ് ഇതിനുണ്ട്. പിന്നെ പറയുന്നത് നാവിനെയും മനുഷ്യർക്കാർക്കും മരിക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം കൊണ്ടാക്കും. മരണകരമായ വിഷം. ഈ വിഷം കൊടുക്കുന്നതിലും പ്രശ്നമാണ് നാവ് കൊണ്ട് ഉപയോഗിക്കുന്നത്. അത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, അതെൻ്റെ സ്വഭാവം. അങ്ങനെ പറയുന്നതൊന്നും ദൈവത്തിന് മുമ്പ് നിൽക്കൂല. പലരുടെയും നാവ് മാറേണ്ടിയിരിക്കുന്നു. ഈ വചനം ഇന്ന് കേൾക്കുന്നവർ
ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ ഈ വചനം ചെന്ന് കൊള്ളണം. കണ്ടിട്ട് നാവ് ശരിയാക്കണം. നാവ് ശരിയാക്കാൻ നമുക്ക് നാവിന് കുഴപ്പമില്ല. നമ്മുടെ ഭർത്താക്കന്മാർക്ക് ചിലപ്പം കാണും, അല്ലെ ഭാര്യയ്ക്കായിരിക്കും, അല്ലെ നമ്മുടെ മക്കൾക്കായിരിക്കും, ആൺമക്കൾക്ക് മാറിയൊക്കത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം അത് ചെയ്യും. കർത്താവ് അതുകൊണ്ടാണ് ഇത് കേൾപ്പിക്കുന്നത്. നാവിനെക്കുറിച്ച് ദൈവത്തിന് വീണ്ടും പറയുന്നത്, ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പും വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കഴിക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുമോ? ഉപ്പിൻ്റെ ഉറവയ്ക്കകത്തൊന്നും മധുരം വരത്തില്ല. അപ്പോൾ ഉറവ ശരിയാക്കുകയാണ്. അതിന് ഉറവ ശരിയാക്കുന്ന നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. നാവ് ശരിയാക്കണം. ഈ നാവിനെക്കുറിച്ച് പറയുമ്പോൾ ഈ നാവ്, നമ്മൾ ഈ ജഡത്തിൻ്റെ നാവെന്ന് പറയുമ്പോൾ പൂർവ്വന്മാരുടെ സ്വഭാവമുള്ള നാവുണ്ട്. അവർ ദേഷ്യം പറഞ്ഞു അതുപോലെ അവരുടെ ഈ അപ്പനമ്മമാർ ഉപയോഗിക്കുന്ന അതേ ലാംഗ്വേജ് മക്കൾ ഉപയോഗിക്കും. നമ്മൾ പറയും നമ്മൾ ഉപയോഗിക്കുന്നു, പക്ഷേ ഒരു പ്രായം നമ്മളും അത് ഉപയോഗിക്കുന്നതാണ്. ബിക്കോസ് നമ്മളതാണ്, അത് നമ്മുടെ തലയിൽ രജിസ്റ്റർ, അത് ജീൻസിൽ കൂടെ വരുന്നതാണ്, തലയിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം പൂർവ്വന്മാരുടെ നാവ്, അഹങ്കാരത്തിൻ്റെ നാവ്, അധികാരത്തിൻ്റെ നാവ്, ഞാനിങ്ങോട്ട് പറഞ്ഞാൽ അത് ചെയ്യും, അങ്ങനെയുള്ള ചിന്ത, അതൊന്നും ദൈവത്തിൻ്റെ അല്ല. അധികാരം ഉപയോഗിക്കും ആത്മാവിൽ, അത് വേറൊരു തരം. അതല്ല ഇവിടെ പറയുന്നത്. ചേട്ടത്തിൻ്റെ ഫെമിലിയർ സ്പിരിറ്റ് എന്നാന്ന് പറയുന്നത്. അതായത് ഫെമിലിയർ സ്പിരിറ്റ് എന്ന് പറയുന്നത് പഴയ നാവ് പറഞ്ഞ രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ചിട്ട് അതാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അത് പിതാക്കന്മാരിൽ കൂടെ വരുന്ന, എൻ്റെ അപ്പൻ ഇങ്ങനെ സംസാരിച്ചു, എൻ്റെ അമ്മ ഇങ്ങനെ സംസാരിച്ചു, അതുകൊണ്ട് ഞാനും ഇങ്ങനെ സംസാരിച്ചു. ദാറ്റ്സ് കോൾഡ് എ ഫെമിലിയർ സ്പിരിറ്റ്. അതൊരു പിശാചാണ്. അത് അഴിഞ്ഞു പോകണം. അഴിഞ്ഞു പോയേ ഒക്കത്തുള്ളൂ. അത് തീർത്തും പോകണം. എനിക്ക് ചുറ്റുപാടും പലരും വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ കാണാറുണ്ട് നാവ് നിശ്ചിതമല്ലാതെ ഉപയോഗിക്കുന്നത്. നമ്മൾക്കൊക്കെ അതെ, എപ്പോഴും നമ്മൾ ആ കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ പുതിയ നാവെന്ന് പറയുന്നത് യേശുവിൻ്റെ ഇമ്പമുള്ള നാവ്, ശിഷ്യന്മാരുടെ നാവ്. ശിഷ്യന്മാരുടെ നാവ് എന്ന് പറഞ്ഞാൽ യെശയ്യാ 50:4 പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഉള്ള നാവ്. അപ്പോൾ ഇതെല്ലാം പുതിയ നാവെന്ന് യേശുവിൻ്റെ ഇമ്പമുള്ള നാവായിരിക്കണം, ശിഷ്യന്മാരുടെ നാവായിരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അങ്ങനെയുള്ള ശബ്ദത്തിലുള്ള നാവായിരിക്കണം. യേശുവിൻ്റെ പാരമ്പര്യം നമുക്കും വരും. എങ്ങനെ? നാവ് ശരിയായാൽ. മറിയെപ്പോലെ ദൈവം പറയും നമ്മൾ സംസാരിക്കുന്നത് സ്വീകരിക്കും. അതായത് ഇമ്പമുള്ള സ്വരത്തിൽ അതെ ഞാൻ ഹിയർ ഐ ആം ലോർഡ് ടോക്ക് ടു മീ എന്ന് സാമുവേൽ പറഞ്ഞ പോലെ, നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് മറിയ പറഞ്ഞ പോലെ നാവ് കൊണ്ട് പറഞ്ഞിട്ടാണ് ശിശു പോലും ഉണ്ടായത്. ജോസഫ് ശബ്ദം കേട്ടു, അനുസരിച്ച മനുഷ്യനായിരുന്നു. അതേ പാരമ്പര്യത്തിലേക്ക് നമ്മളെ ഇന്ന് കയറ്റുക. അപ്പോൾ ഒരു കൃപയുള്ള ആത്മാവ് നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. കർത്താവ് എനിക്ക് എൻ്റെ നാവ് ശരിയാക്കണം, എൻ്റെ നാവ് ശരിയാക്കണം, എൻ്റെ നാവ് ശരിയാക്കണം. ഉപ്പിനാൽ രുചി വരുന്നത് പോലെ നാവ് ശുദ്ധമാക്കാൻ നമ്മളോട് ദൈവം ആഗ്രഹിക്കുന്നു. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. മൃദുവായ ഉത്തരം തന്നെ പറയാൻ നമ്മൾ ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണേ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടു കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയിട്ടുള്ളതും ആയിരിക്കട്ടെ. കൊളോഷ്യൻസ് 4:6. വളരെ വ്യക്തമായിട്ട് നാവിൻ്റെ ശക്തി ദൈവം തമ്പുരാൻ വചനത്തിൽ കൂടെ പഠിപ്പിച്ചു. കേട്ടതിട്ട് നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് എടുക്കുക. എൻ്റെ നാവിനെ ഞാൻ ഒരു കാരണവശാലും മിണ്ടാതിരിക്കാമല്ലോ, കടിഞ്ഞാനിടാൻ പോവുകയാണ്. കർത്താവ് ഇന്ന് മുതൽ എൻ്റെ നാവിനെ നിനക്ക് തന്നിരിക്കുന്നു. പഴയ നാവ് പറിച്ച് ദൂരെ കളഞ്ഞേച്ച് എൻ്റെ ദൈവമേ, ക്രിസ്തുവിൻ്റെ നാവ്, മാതാവിൻ്റെ നാവ്, സമൂഹത്തിൻ്റെ നാവ് ഒക്കെ ഞങ്ങൾക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാണ് നിങ്ങളുടെ സ്വഭാവത്തിനോട് ചേരുന്നതെന്ന് വെച്ചാൽ എന്താണെങ്കിലും ക്രിസ്തുവിൻ്റെ നാവ് ചോദിച്ചു വാങ്ങിക്കാം, ശിഷ്യന്മാരുടെ നാവ് ചോദിച്ചു വാങ്ങിക്കാം, എന്താണെന്ന് ചോദിച്ചു വാങ്ങിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. നാഥ, നമ്മുടെ നാവ് ശരിയല്ല. ജഡത്തിൻ്റെ നാവ്, പൂർവ്വന്മാരുടെ നാവ്, ഫെമിലിയർ സ്പിരിറ്റ്, പിതാക്കന്മാരുടെ നാവ്, ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഗമ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം അഴിഞ്ഞു പോകണം. വേദപുസ്തക അടിസ്ഥാനത്തിൽ നാവിനെ നിയന്ത്രിക്കാൻ വളരെ ഖണ്ഡിതമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നല്ലതായിട്ട് തക്ക സമയത്ത് കൊടുക്കുന്ന ഉത്തരം വെള്ളിപ്പാത്രത്തിൽ നിൽക്കുന്ന തങ്കം കൊണ്ടുണ്ടാക്കിയ നാരങ്ങ പോലെയാണെന്നാണ് പറയുന്നത്. അത് തക്ക സമയത്ത് പറയാനുള്ള ബുദ്ധി വേണ്ടേ അപ്പച്ച? പലപ്പോഴും അത് അറിയുന്നില്ല. വേണ്ടാത്തടത്ത് പറയും, വേണ്ടുന്നിടത്ത് പറയത്തുമില്ല. വേണ്ടുന്നിടത്ത് വേണ്ട വിധത്തിൽ പറയാണ്ട് കൃപയിട്ട് തരണമേ. പിന്നെ സദൃശവാക്യത്തിൽ 18:11 പറയുന്നുണ്ടല്ലോ, സാവേ നീ നാവിന്മേലാണ് ജീവനും മരണവും ആയുസ് അനുഗ്രഹവും ശാപവും നാവിന്മേലാണ്. അത് തന്നെ ആവർത്തന പുസ്തകത്തിലും പറയുന്നു 30. സാവേ ഞങ്ങളുടെ മോശ പറയുന്നുണ്ട്, ഇതാ നന്മയും തിന്മയും അനുഗ്രഹവും ശാപവും ഒക്കെ നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക, വേണ്ടത് തിരഞ്ഞെടുക്കട്ടെ.
കർത്താവ് ഞങ്ങളത് തന്നെയാണ് പറയുന്നത്. നല്ലത് തിരഞ്ഞെടുക്കാനുള്ള കൃപ തന്നാട്ടെ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ നാവിനെ ശുദ്ധീകരിക്കണം. പഴയ നാവ് പിഴുത് കളഞ്ഞ് പുതിയ നാവ് നട്ടുതരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന് ഞങ്ങളുടെ തലമുറകൾക്കും കൂടി അനുഗ്രഹം ഒഴുക്കണം. കർത്താവ് ഇന്ന് പറിച്ചു കളഞ്ഞ നാവ് വീണ്ടും തിരിച്ച് കയറ്റി വെക്കാൻ അനുവദിക്കല്ലേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന് ശിഷ്യന്മാരുടെ നാവ്, യേശുക്രിസ്തുവിൻ്റെ നാവ് ഞങ്ങൾക്ക് മാതാവിൻ്റെ നാവ് ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.